To fall in love with God is the greatest romance. To seek Him is the greatest adventure. To find Him is the greatest human achievement. ദൈവവുമായി സ്നേഹത്തിലാവുക എന്നതാണ് ഏറ്റവും വലിയ പ്രണയം. അവനെ അന്വേഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ സാഹസികത. അവനെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ മനുഷ്യ നേട്ടം. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു വാചകമത്രേ ഇത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം എന്നത് അത് ആസ്വാദികരമായ അനുഭവമാണെന്നുള്ളതാണ്. കൽപ്പനകളും നിഷ്കർഷകളും ആചാരങ്ങളും മാത്രം കൊണ്ട് കുത്തി നിറച്ച ഒരു പ്രസ്ഥാനമല്ല ക്രിസ്തീയ ജീവിതം. പകരം അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി അത് അനുഭവഭേദ്യമാക്കി ആഘോഷിക്കുവാനുള്ളതാണ്. അതിൽ നാമും കർത്താവുമായിട്ടുള്ള ഒരു പ്രണയ കഥയുണ്ട്. ആയിരങ്ങളിൽ സുന്ദരനും പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനുമായിരിക്കുന്ന യേശു കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതലാണ് നമ്മുടെ പ്രണയകഥ ആരംഭിക്കുന്നതെങ്കിൽ അതിനെത്രയോ മുമ്പ് തന്നെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചിരുന്നു. കർത്താവിന് നമ്മോടുണ്ടായിരുന്ന സ്നേഹം ലോകസ്ഥാപനത്തിന് മുമ്പുണ്ടായിരുന്നതാണ്. ലോകത്തിലെ മറ്റെല്ലാ സ്നേഹങ്ങളും വെള്ളത്തിൻ കുമിള പോലെയെങ്കിൽ നാമും കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം ദൃഢമാണ്, മുറിച്ചു മാറ്റാൻ പറ്റാത്തതാണ്. ഈ ലോകത്തിൽ മാത്രമല്ല, വരും ലോകത്തിലും നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് നമുക്കവനെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കാം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ. നാം കർത്താവിനെ ദിനംതോറും അന്വേഷിക്കുക എന്നത് നമ്മുടെ ആഴമായ ഉൾവാഞ്ചയായിരിക്കണം. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, വേഴാമ്പൽ മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് അവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. കർത്താവ് പറഞ്ഞു, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്നാണ്. ലോകത്തിലുള്ള മറ്റെല്ലാ അന്വേഷണങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമത്രേ ദൈവത്തെ അന്വേഷിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തെ അന്വേഷിച്ചാൽ നാം അവനെ കണ്ടെത്തും എന്നത് തിരുവചനത്തിലെ വാഗ്ദത്തമാണ്. അവൻ കണ്ടെത്തുവാൻ ഇടയാക്കും എന്നതത്രേ പ്രത്യേകത. എന്നുവെച്ചാൽ ദൈവത്തെ കണ്ടെത്തിയതിൽ നമുക്ക് മഹത്വമൊന്നും എടുപ്പാനില്ല എന്ന് സാരം. ഈ ലോകത്തിലെ എല്ലാ സമ്പത്തും കൈക്കലാക്കിയാലും, എല്ലാ അധികാരങ്ങൾ പിടിച്ചടക്കിയാലും, ചന്ദ്രനിലും മറ്റു വാനഗോളങ്ങളിലും കാൽ വെച്ചാലും ദൈവത്തെ കണ്ടെത്തുക എന്നതത്രേ ഏറ്റവും വലിയ മനുഷ്യ നേട്ടം. ഇന്ന് നമുക്ക് അഭിമാനിക്കുവാൻ വകയുണ്ട്. കാരണം നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളും സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് അവകാശികളുമാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.